Next question was to whom you should discuss task list, schedule and activity. നിങ്ങൾ ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങൾ ആരുടെ അടുത്ത സാറ് എന്തെന്ത് ജോലി ഞാൻ ചെയ്യേണ്ടേ, ഇല്ല ഏത് ഷെഡ്യൂളിനകത്ത് നമ്മളുടെ ഡ്യൂട്ടി, ഞാൻ എന്ത് കാര്യം എങ്ങനെ ചെയ്യേണ്ടേ, ഇതെല്ലാം നമ്മളുടെ ആരുടെ അടുത്താണ് ചോദിക്കേണ്ടത്? ഓർഗനൈസർ ആണോ, ഡിപ്പാർട്ട്മെന്റ് ആണോ, സൂപ്പർവൈസർ ആണോ, ഒരു മെമ്പറാണ് നമ്മൾ ചോദിക്കേണ്ടത്? സൂപ്പർവൈസർ. നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്ന ആളിനാണ് നമ്മൾ ചോദിക്കേണ്ടത്. സാറേ നാളെ ഏത് ഷെഡ്യൂളിനകത്താണ് വരേണ്ടത്, ഏത് ഷിഫ്റ്റിനകത്താണ് വരേണ്ടത്, ഇതെല്ലാം നമ്മൾ സൂപ്പർവൈസറിന് ചോദിക്കണം. വി ഷുഡ് പ്ലാൻ ടു യൂട്ടിലൈസ് ടൈം ആൻഡ് ഡയറക്റ്റ് എഫക്റ്റീവ്ലി. ഇക്വിപ്മെന്റ് ആണോ, ടാസ്ക് ഫോർ ഹെൽപ്പർ ആണോ, ഇല്ല സൂപ്പർവൈസർ ആണോ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഇന്നത്തെ വി ഷുഡ് പ്ലാൻ ടു യൂട്ടിലൈസ് ദ ടൈം. യൂട്ടിലൈസ് പറഞ്ഞാൽ നമ്മൾ ഒരു സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന വർക്കിനകത്ത് അതിന് സഹായമായിട്ട് മാറുന്ന ഇക്വിപ്മെന്റ് ആണോ, ടാസ്ക് ഫോർ ഹെൽപ്പർ ആണോ, സൂപ്പർവൈസർ ആണോ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഇക്വിപ്മെന്റ് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഒരു വൃത്തിയാക്കാനുള്ള ഒരു വാഷിംഗ് മെഷീൻ തുണി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ട്, നമ്മളൊന്നും അറിയണ്ട. അതിനകത്ത് തുണി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് സോപ്പ് പൊടി എല്ലാം വെച്ച് കഴിഞ്ഞ ശേഷം കറക്റ്റ് ആ സമയത്ത് വാഷ് ചെയ്ത് വരും. നമ്മൾ ആ സമയത്ത് വേറെ ജോലി ചെയ്യാം. അന്നേരം നമുക്ക് ഏതാ ഹെൽപ്പ് ചെയ്യുന്ന ഇക്വിപ്മെന്റ് തന്നെയാണ്. How to communicate clearly with the supervisor and cross department team on nature of the problem. നമ്മൾ എന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സൂപ്പർവൈസറായിട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കേണ്ടത്? ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഇല്ല ഒരു നല്ല രീതിയിൽ അത് സംസാരിക്കുന്നത് എങ്ങനെ, അത് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ വേണ്ടി അത് ഏതേത് സഹായമായിട്ട് വരും. The nature of the problem, the issued faced, clearly queries none of the above. ഇതിനകത്തെല്ലാം ഉണ്ട്. ഇഷ്യൂഡ് ഫേസ്, ഞാൻ ഇന്ന ജോലി ചെയ്തു സാറേ, ഇന്ന ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായി, അത് വെച്ച് അതിനെ ഈ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇഷ്യൂഡ് വെച്ച് നമ്മൾ സംസാരിച്ച സൂപ്പർവൈസർ ക്ലിയർ ആയിട്ട് നമുക്ക് അത് മനസ്സിലാക്കി തരും ഇങ്ങനെ ചെയ്യേണ്ടത്. അത് പിന്നെ നോളജ് ഓഫ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻ കംസ് അണ്ടർ. ഇപ്പം നോളജ് വേണം ഫുഡ് ഉണ്ടാക്കാൻ, അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുന്ന അത് ഏത് സിസ്റ്റമിലാണ് വരുന്നത്? ERP സിസ്റ്റമിനകത്താണ് വരുന്നത്, ഓർഗനൈസേഷനകത്താണ് വരുന്നത്, FSSAI വരുന്നത്, FIFO വരുന്നത്. ഇതിനകത്ത് ഏതാ ഉത്തരം ശരി? FSSAI എന്നകത്ത് പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഓഫ് സേഫ്റ്റി, എങ്ങനെ സേഫ്റ്റി ആയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ടത് അത് ക്ലിയർ ആയിട്ട് പറയുന്നു. ആ നിയമം നമ്മൾ പാലിച്ചാൽ മതി. വാട്ട് ടൈപ്സ് ഓഫ് മെഷീനറി യൂസ് ഫോർ ബേക്കിംഗ് വേരിയസ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ്. നമ്മൾ തന്നെ ഉണ്ട്, ഒരു മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്, പല കാര്യത്തിനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് മെഷീൻ ആയിരിക്കും? സ്ലൈസർ ആണോ, ബ്രെഡ് മോൾഡർ ആണോ, ഓവൻ ആണോ, ട്രോളി ആണോ? ഇതിനകത്ത് ഓവൻ തന്നെയാണ്. ഓവൻ വെച്ച് നമുക്ക് എന്നാ ബ്രെഡ് ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ പിസ്സ ഉണ്ടാക്കാം, ഇങ്ങനെ പല കാര്യത്തിനും വേണ്ടി യൂസ് ചെയ്യാം. GMP സ്റ്റാൻഡ്സ് ഫോർ, GMPയുടെ ഫുൾ ഫോം എന്നാ ഉദ്ദേശിക്കുന്നത്? GMP സ്റ്റാൻഡ്സ് ഫോർ ഗുഡ് മാൻ പവർ പ്രാക്ടീസ് ആണോ, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആണോ, ഗുഡ് മാനേജ്മെന്റ് പ്രോസസ് ആണോ? ഓൾ ദിസ് ഇതിനകത്ത് ഏതാ കറക്റ്റ്? ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് തന്നെയാണ്. ഡെയിലി ഫുഡ് പ്രൊഡക്ഷൻ റെക്കോർഡ്, ഇതിനകത്ത് എ കളക്ഷൻ ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് റെസിപ്പി ഫോർ മെനു ഐറ്റംസ് വിൽ റിഡ്യൂസ്. ഇപ്പം ഒരു സ്റ്റാൻഡർഡൈസ് പറഞ്ഞാൽ ഇത്രയും എമൗണ്ട്സിനകത്ത് ഇന്ന ഇൻഗ്രീഡിയൻസ് വെക്കണം, ഇത് ടെമ്പറേച്ചർ നമ്മൾ കുക്ക് ചെയ്യണം, അങ്ങനെ ടൈം, ടെമ്പറേച്ചർ ആൻഡ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് ഡെയിലി ഫുഡ് പ്രൊഡക്ഷൻ റെക്കോർഡ് വെച്ചാണോ, ഫുഡ് ഇൻവെന്ററി വെച്ചാൽ, രണ്ട് വെച്ചാൽ ബോത്ത് A and B വെച്ചാൽ നമുക്ക് സ്റ്റാൻഡേർഡ് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുന്നത്. ഡെയിലി ഫുഡ് പ്രൊഡക്ഷൻ റെക്കോർഡ് പറഞ്ഞാൽ നമ്മൾ ഇന്ന ഫുഡ് ഇന്ന ദിവസം ഉണ്ടാക്കി ഇന്ന ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ട്, അത് ഡെയിലി റെക്കോർഡിനകത്ത് നമ്മൾ എഴുതാറുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഇൻവെന്ററി നമുക്ക് സ്റ്റോറിൽ ലഭ്യമാകണം എല്ലാം ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ടൈം ആൻഡ് എന്നാ ടെമ്പറേച്ചർ കറക്റ്റ് ആകും, പിന്നെ നമ്മളുടെ സ്റ്റാൻഡേർഡ് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. അത് ബോത്ത് A and B ആണ് കറക്റ്റ് കേട്ടോ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ലീവിങ് സഫിഷ്യൻറ്റ് സ്പേസ് അറൌണ്ട് ദ ഇക്വിപ്മെന്റ്? ഇപ്പം എന്നാ ഉണ്ട്, നമ്മൾ ഒരു ഇക്വിപ്മെന്റ് വെച്ചു, ഇക്വിപ്മെന്റ് പറഞ്ഞാൽ എന്നാ ഉണ്ട്, ഇപ്പം ഗ്രൈൻഡിങ് മെഷീൻ വെച്ച് പിന്നെ അതിൻ്റെ ഏരിയനകത്ത് കുറച്ച് സ്ഥലം വിടണം. എന്തിനു വേണ്ടിയാ? ചിലപ്പം മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും, ചിലപ്പം വല്ല സാധനങ്ങൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കേണ്ടി വരും. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് നമ്മളുടെ എന്നാ ഉണ്ട് വർക്ക് സ്പേസ് അവിടെ കൊടുക്കേണ്ടി. അത് മെയിൻ്റെനൻസ് ആൻഡ് ക്ലീനിങ്ങിന് വേണ്ടി മസ്റ്റായി പോകും.
പിന്നെ ഇതിനകത്ത് ഉത്തരം വേറെ ഉണ്ട്. ഫുഡ് പാസസ്, വർക്ക് പേസ്, പ്രോസസ്സിംഗ് ഏരിയ, ഇതെല്ലാം തെറ്റ. മെയിൻ്റെനൻസ് ആൻഡ് ക്ലീനിങ് തന്നെയാണ്. പിന്നെ FEFO സ്റ്റാൻഡ്സ്. FEFOയുടെ ഫുൾ ഫോം എന്നാണ്? ഇതിനകത്ത് പറഞ്ഞ ഏതാ? ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് എക്സ്പയറി പറഞ്ഞാൽ അടുത്ത മാസം ഏത് സാധനം എക്സ്പയറി ആകുന്നുണ്ട് അത് ഫ്രണ്ടിൽ വെച്ചിട്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ അത് കഴിയുമ്പോൾ അടുത്ത അങ്ങനെ നമ്മൾ വെക്കേണ്ടത്. അതായത് ഇതിനകത്ത് പറഞ്ഞ ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. അത് FEFOയുടെ ഫുൾ ഫോമാണ്. പിന്നെ എന്നാ ഉണ്ട്? ക്യാപ്, ആപ്രൻ ആർ എക്സാമ്പിൾ ഓഫ്. ക്യാപ്പ്, ആപ്രൻ എല്ലാം നമുക്ക് എന്നതിന് വേണ്ടിയാ? വെയർ ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. കൺട്രോൾ പോയിന്റ് ഉണ്ട്, കമേഴ്ഷ്യൽ പോയിന്റ് ഉണ്ട്, ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ഇതിനകത്ത് വെയർ ക്ലോത്ത്. ഇതിനകത്ത് വെയർ ക്ലോത്താണ് എൻ്റെ ഉത്തരം ശരി. വാട്ട് ഈസ് ദ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് വിച്ച് ടെസ്റ്റ് യൂസ് ഫോർ ഹാൻഡ് ഹാൻഡ് മൈക്രോ ചെക്കിങ്. നമ്മൾ എന്നാ ഉണ്ട്? ഏത് മെത്തേഡ് വെച്ചാൽ നമ്മുടെ കയ്യിനകത്ത് മീൻസ് ബാക്ടീരിയാസ് ഉണ്ടോ ഇല്ലേ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏതാ യൂസ് ചെയ്യുന്നത്? സാബാണോ, സ്പാമാണോ, സ്റ്റാമ്പാണോ, സ്റ്റെം ആണോ? എന്നാൽ സാബ് യൂസ് ചെയ്യുന്നത്. ഹൗ മച്ച് പെർസെൻറ്റേജ് IPA ഇസ് ഹാൻഡ് സാനിറ്റേഷൻ? ഹാൻഡ് സാനിറ്റേഷനകത്ത് എത്ര പെർസെൻറ്റ് നമ്മുടെ IPA ഉണ്ട്? അത് പറഞ്ഞാൽ ഉണ്ട് ഇതിനകത്ത് 70% യൂസ് ചെയ്യേണ്ടത്. 70% പറഞ്ഞാൽ ആൽക്കഹോൾ കണ്ടെയ്ൻസ് യൂസ് ചെയ്ത് വെച്ച് നമുക്ക് എന്നാ ഉണ്ട് മൈക്രോബ്സ് എല്ലാം കംപ്ലീറ്റ് ചാകും. അന്നേരം 70% ഹാൻഡ് സാനിറ്റേഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഫ്രം ഫാം ടു ഫോർക്ക് കൺസെപ്റ്റ് ടു. ഫാമിൽ നമ്മൾ ഫോർക്ക് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് അടുത്ത് കാണും. ഫാം ഇവിടെ കാണും, റെസ്റ്റോറൻറ്റ് ഇവിടെ കാണും. അതിനകത്ത് ഫുഡ് ഉണ്ടാക്കുന്ന ആ കൺസെപ്റ്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ടൗണുകളിൽ അത് കൂടുതൽ ലഭ്യമുണ്ട്. അത് ഏത് അണ്ടറിനകത്താണ് വരുന്നത്? ഫുഡ് സേഫ്റ്റിയുടെ അണ്ടറിനകത്താണ്, ഫുഡ് ടെസ്റ്റിംഗ് അണ്ടറിനകത്താണ്, ഫുഡ് കൺസെപ്റ്റിനകത്താണ്, ഫുഡ് ലോണകത്ത്. ഇതിനകത്ത് ഫുഡ് കൺസെപ്റ്റ് അണ്ടറിനകത്താണ് ഫാം ആൻഡ് ഫോർക്ക് കൺസെപ്റ്റ് വന്നത്. വാട്ട് ഈസ് ദ കെമിക്കൽ യൂസ് ഫോർ കൺട്രോൾ കോക്കറച്ച്? കോക്കറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കറിയാമല്ലോ, പാട്ടയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് മെഡിസിൻ യൂസ് ചെയ്യുന്നത്? ഡെൽട്രാമൈത്രിൻ, മെത്തോണി, പിന്നെ ഫിലിനോറിൻ ജെല്ല്, ഗാമ, ഏതാ യൂസ് ചെയ്യുന്നത്? ഇതിനകത്ത് ഡെൽറ്റ മെത്തറിൻ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അറ്റ് വർക്ക് ദ ബെസ്റ്റ് വേ ടു ഡ്രൈ യുവർ ഹാൻഡ് ആഫ്റ്റർ വാഷിംഗ് ഈസ്. നമ്മൾ വാഷിംഗ് ചെയ്ത് നമ്മൾ ഹാൻഡ് ഡ്രൈ ചെയ്യുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഏതാ? യൂസിങ് എ വാം എയർ ഡ്രയർ. Using warm air dryer. പിന്നെ give them a shake, using cotton towel, using a paper. ഇതിനകത്ത് ഏത് ഐറ്റം നല്ല? ഇതിനകത്ത് ഏറ്റവും നല്ല പറഞ്ഞാൽ വാം എയർ. നമ്മൾ കൈ കഴുകിയിട്ട് വാം എയർ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണങ്ങി കിട്ടും. അതിനകത്ത് ബാക്ടീരിയാസ് ഒന്നും കാണുകയില്ല. ഇനി നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലോട്ട് പോകാം. പ്രാക്ടിക്കൽ സെഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് എന്നാ ഉണ്ട്, കുക്കീസ് ഉണ്ട്, അതുപോലെ തന്നെ ബനാന കേക്ക് ഉണ്ട്. 3 കേക്ക് നമ്മൾ മനസ്സിലാക്കി. ഈ 3 കേക്ക് ആയിരിക്കും നിങ്ങൾക്ക് വിചാരം പരീക്ഷയിനകത്ത് വരുന്നത്. ആ 3 കേക്കില് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഏതേത് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യേണ്ടത്, അത് നമ്മൾ ഇനി പഠിക്കാൻ പോവുക. ഇപ്പം വരെ നമ്മൾ തിയോറി സെക്ഷൻ്റെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് പോവുക. ഓക്കെ, താങ്ക്സ്.